കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ കുടുംബശ്രീ ജില്ലാ മിഷൻ നടപ്പിലാക്കുന്ന അയൽക്കൂട്ടങ്ങളിലൂടെ കുടുംബങ്ങളിലേക്ക് ബാക്ക് ടു ഫാമിലി ജില്ലാതല ശില്പശാല പൊയ്നാച്ചി ആശീർവാദ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഉദുമ MLA CH കുഞ്ഞമ്പു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ കുടുംബശ്രീ ജില്ലാ മിഷൻ നടപ്പിലാക്കുന്ന അയൽക്കൂട്ടങ്ങളിലൂടെ കുടുംബങ്ങളിലേക്ക് ബാക്ക് ടു ഫാമിലി ജില്ലാതല ശില്പശാല പൊയ്നാച്ചി ആശീർവാദ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ശില്പശാല ഉദുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ ശാക്തീകരണത്തിലൂന്നിയ രക്ഷാകർതൃ നിരയിലേക്ക് കുടുംബങ്ങളെ നയിക്കാൻ ബാക്ക് ടു ഫാമിലിക്ക് സാധിക്കട്ടെ എന്ന് MLA ആശംസിച്ചു. എവിടെ നിന്നാണ് ഹാപ്പിനെസ് ആരംഭിക്കേണ്ടത്? അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഹാപ്പിനെസ് ആരംഭിക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണ്. നമ്മുടെ കുടുംബം ഹാപ്പിയായി കഴിയണം. മക്കളും കുടുംബവും അച്ഛനമ്മയും എല്ലാവരും അടങ്ങിയ നമ്മുടെ കുടുംബം, ആ കുടുംബം അത് എത്ര ഹാപ്പിയാണോ അത്രയാണ് ആ സമൂഹത്തിലെ ഹാപ്പി. ഓരോ കുടുംബം ഹാപ്പിയാണ്. പക്ഷെ ഇന്ന് പലപ്പോഴും അങ്ങനെ ആവുന്നില്ല. പല ഘടകങ്ങളുണ്ട്, പല കാര്യങ്ങളാണ് കുടുംബത്തിൽ പല അസ്വാരസ്യങ്ങളും, അതുപോലെ തന്നെ കുടുംബത്തിൽ പരസ്പരം യോജിപ്പില്ല, ഇതൊക്കെ പല ഘടകങ്ങളും കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ വികാരമായി നിൽക്കുന്നുണ്ട് എന്നത് നമ്മുടെ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കുടുംബത്തിൽ നിന്ന് ആരംഭിക്കണം. അങ്ങനെ കുടുംബത്തിൽ ഹാപ്പിനെസ് ആവണമെങ്കിൽ അതിൽ ഇടപെടാനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ സംഘടന എന്ന് ചോദിച്ചാൽ അത് കുടുംബശ്രീയാണ്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ സ്ത്രീകളുടെ വികസനമില്ലാതെ ഒരു വികസനവും സാധ്യമാകില്ല എന്ന് പറഞ്ഞ ആ ഒരു വികസന കാഴ്ചപ്പാട് തന്നെയാണ് സ്ത്രീ ശാക്തീകരണത്തിലൂടെ കേരളം നമ്മുടെ രാജ്യത്തിന് മാതൃകയാകുന്ന ഒരുപാട് പദ്ധതി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പം അത് ഒരു ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സ്ത്രീ ശാക്തീകരണം ഇങ്ങനെ മതിയോ എന്നൊരു ചിന്താഗതി കുടുംബശ്രീക്കും ജില്ലാ പഞ്ചായത്തിനും ഒക്കെ തന്നെ ഉടലെടുത്ത ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ അവകാശങ്ങൾ തിരിച്ചറിഞ്ഞ് വെല്ലുവിളികൾ കൂട്ടായി നേരിടുന്നതിനുള്ള അറിവുകളും നേതൃശേഷിയും ആർജിച്ച് സാമ്പത്തിക സാമൂഹിക ശാക്തീകരണ ഇടങ്ങൾ സൃഷ്ടിച്ച് കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുക എന്നതാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഒക്ടോബർ 6 തുടക്കമാകും. ഡിസംബർ 2ാം വാരം വരെ നടക്കുന്ന ബാക്ക് ടു ഫാമിലി സാധ്യമായ അവധി ദിവസങ്ങളിൽ ജില്ലയിലെ വിവിധ CDSകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട പൊതുവിദ്യാലയങ്ങളിലാണ് മെഗാ ക്യാമ്പയിനായി നടക്കുന്നത്. കുട്ടിയും അവകാശങ്ങളും, സുരക്ഷിത ബാല്യം, മികച്ച രക്ഷാകർതൃത്വം, കുടുംബം ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിലൂന്നിയുള്ള ശില്പശാല അയൽക്കൂട്ട തലങ്ങളിൽ നടക്കും. കുട്ടികളുടെ വളർച്ച, സാമൂഹ്യവൽക്കരണ ഇടങ്ങളിലെ ആരോഗ്യപരമായ ഇടപെടലുകൾ, സാമൂഹ്യ ബന്ധങ്ങളുടെ ആവശ്യകത, ആധുനിക കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കാനും അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതിനും ഉതകുന്ന രക്ഷാകർതൃശേഷി വികസിപ്പിക്കുന്നതിനുള്ള ധാരണയും ചർച്ചയും അയൽക്കൂട്ടങ്ങളിൽ സജീവമാക്കുന്നതിന് ക്യാമ്പയിൻ സഹായിക്കും. ജില്ലയിലെ ത്രിതല പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും കുടുംബശ്രീയോടൊപ്പം ക്യാമ്പയിനിന്റെ ഭാഗമാകുന്നുണ്ട്. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് കുമാർ K പദ്ധതി വിശദീകരിച്ചു. നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് ചെന്ന് കയറാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോലും നമ്മൾ എത്തുകയും അവിടെയൊക്കെ നമ്മുടെ സിഗ്നേച്ചർ സ്ഥാപിച്ചുകൊണ്ട് നീണ്ട 27 വർഷങ്ങളായി കുടുംബശ്രീ എന്ത് ചെയ്യുന്നു എന്ന് കൃത്യമായി നിരീക്ഷിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറിയ ഒരു സവിശേഷ സാഹചര്യമാണ് ഇപ്പോൾ. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M ലക്ഷ്മി, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M മനു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK നാരായണൻ, കിനാനൂർ കരിന്തളം CDS ചെയർപേഴ്സൺ ഉഷ രാജു, മഞ്ചേശ്വരം CDS ചെയർപേഴ്സൺ K ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ CM സൗദ സ്വാഗതവും ജില്ലാ പ്രോഗ്രാം മാനേജർ K രത്നേഷ് നന്ദിയും പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാജൻ K പൊയ്നാച്ചി, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ കിഷോർ കുമാർ, CH ഇക്ബാൽ, ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, CDS ചെയർപേഴ്സൺ, ജനപ്രതിനിധികൾ, ആശാ വർക്കർമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഉദുമ.